യാക്കോബ് സ്ലീഹയെക്കുറിച്ച് ധ്യാനിക്കാം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും സെബദി മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ആയിരുന്നു. ഇവരുടെ സ്വദേശം ഏതാണെന്ന് പറയുന്നില്ല. എന്നാൽ പത്രോസും അന്ത്രയോസും ഇവരുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ ആയതിനാൽ ബേത്സയിദക്കാരായിരിക്കാൻ സാധ്യതയുണ്ട്. സെബദി ധനവാനായിരുന്നതിനാൽ സ്വന്തമായി വള്ളവും വലയും കൂലിക്കാരനും ഉണ്ടായിരുന്നതായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു. യാക്കോബിന്റെ അമ്മ ശലോമ ആയിരുന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിൽ എപ്പോഴും തന്നോട് കൂടെ ഉണ്ടായിരുന്ന 3 പേരിൽ യാക്കോബും ഉണ്ടായിരുന്നു. തന്റെ സഹോദരനായ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ അറിവിൽ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം യാക്കോബിനുണ്ടായിരിക്കാം. അതിന് ഒരു ദിവസം ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വല കഴിയുമ്പോൾ കർത്താവിന്റെ വചനം കേൾക്കുകയും അതിനുശേഷം കർത്താവിന്റെ വാക്ക് കേട്ട് വല വീശിയപ്പോൾ 2 വള്ളം നിറച്ച് പെരുത്ത മീൻകൂട്ടം കിട്ടിയ അത്ഭുതം കാണുകയും എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞ വള്ളവും വലയും വിട്ട് യാക്കോബ് യേശുവിനെ അനുഗമിച്ചു. കർത്താവിന്റെ എല്ലാ അത്ഭുത കാര്യങ്ങളിലും ചില പ്രാർത്ഥനാ സമയത്ത് യാക്കോബിനെ കാണാൻ സാധിക്കും. കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവന്റെ ഇടതും വലുതും ഇരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയും ഇവരുടെ അമ്മ ശലോമ യേശുവിനോട് ചോദിക്കുകയും ചെയ്തു. അതിന് യേശു അത് പിതാവിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. കർത്താവ് ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥം വരുന്ന ബോവ നേർഗസ് എന്ന് പേരിട്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷിയായിട്ട് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യാക്കോബും ഉണ്ടായിരുന്നു. തിബരിയാസ് കടൽക്കരയുടെ അനുഭവം ദൗത്യത്തിലേക്ക് വീണ്ടും അവനെ ആനയിച്ചു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ യാക്കോബ് സ്പെയിനിൽ പോയി പ്രസംഗിക്കുകയും ഹെരോദ അഗ്രിപ്പ 1-ാമൻ യഹൂദന്മാരെ പ്രസാദിപ്പിക്കുന്നതിനായി യാക്കോബ് അപ്പോസ്തലനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. സ്പെയിനുകാർ അവരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷക പുണ്യവാളനായി വിശുദ്ധ യാക്കോബ് അപ്പോസ്തലനെ കരുതിയിരിക്കുന്നു. 12 അപ്പോസ്തലന്മാരിലും ആദ്യത്തെ രക്തസാക്ഷിയായ യാക്കോബ് നമുക്ക് മാതൃകയാണ്. ഈ നോമ്പ് നാളുകളിൽ യാക്കോബിനെ പോലെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ പാത പിൻപറ്റുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.